പ്യാരെ ബച്ചോ നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും വിദ്യ എജു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിത്ര മുദ്ഗലിൻ്റെ ജുലൂസ് എന്ന പാഠമാണ്. ജുലൂസ് വാസ്തവത്തിലൊരു നാടക രൂപാന്തരണമാണ്. കഹാനി സമ്രാട്ട് പ്രേംചന്ദിൻ്റെ കഥയ്ക്ക് ഒരു നാടക ആവിഷ്കാരം ചെയ്തതാണ് നമ്മുടെ ഈ പാഠം. ഈ നാടക രൂപാന്തരം ചെയ്തതാരാണ്? ചിത്ര മുദ്ഗൽ. ഈ ജുലൂസിൽ നമ്മൾക്ക് കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഫോക്കസ് ഏരിയയിൽ 8 മാർക്ക് ക്വസ്റ്റ്യൻസ് മിക്കതും ജുലൂസിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ പാഠത്തിൽ നിന്നാണ് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഡയറി തയ്യാർ കरें. बीरबल सिंह ने सिपाहियों को पीछे हट जाने का निर्देश दिया और स्वयं पीछे हटा. उस दिन रात में उसने अपनी डायरी में जुलूस के बारे में लिखा है. वह डायरी तैयार करें. ബീർബൽ സിംഗ് പട്ടാളക്കാരോട് പുറകോട്ട് പോകുവാനുള്ള നിർദ്ദേശം നൽകി, എന്നിട്ട് സ്വയം പുറകോട്ട് പോയി. ആ ദിവസം രാത്രി അദ്ദേഹം തൻ്റെ ഡയറിയിൽ ആ ജാഥയെക്കുറിച്ച് എഴുതി. അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 8 മാർക്കാണ്. ഇത് പരീക്ഷയുടെ ഷുവർ ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങൾ പഠിക്കണം. അതിൽ ഏതെങ്കിലും വരികൾ വിട്ടുപോയാലും കുഴപ്പമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഒരു ഡയറി എഴുതുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡേറ്റ് വെക്കണം, അല്ലേ? താരിഖ്. അപ്പം നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് താരിഖ്. താരിഖ് എന്ന് പറഞ്ഞാൽ എന്താ? തിഥി അല്ലെങ്കിൽ ഡേറ്റ്, തീയതി. आज का दिन मेरे जीवन में उतना सुखद नहीं है. दारोगा के रूप में आज तक मैं अपना कर्तव्य पूरी ईमानदारी से निभाता रहा हूँ. ഇന്നത്തെ എൻ്റെ ദിവസം അത്ര സുഖകരമല്ലായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ കർത്തവ്യം വളരെ വിശ്വസ്തയോടുകൂടി നിർവഹിച്ചിട്ടുണ്ട്. मैंने कई दंगा फसादों का सामना किया है. कभी कभी लाठी चार्ज भी करना पड़ा है. किंतु आज की बात बिल्कुल ही अलग थी. ഞാൻ പല ലഹളകളും നേരിട്ടിട്ടുണ്ട്, പ്രക്ഷോഭങ്ങളും നേരിട്ടിട്ടുണ്ട്, പലപ്പോഴും ലാത്തി ചാർജൊക്കെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. കിന്തു ആജ് കി ബാത്ത് ബിൽക്കുൽ ഹി അലഗ് തി. പക്ഷേ ഇന്നത്തെ കാര്യം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. गांधीवादी इब्राहिम अली और दूसरे स्वराज्यों के नेतृत्व में जो जुलूस आगे निकला उसे रोकना मेरे लिए कठिन था. ഗാന്ധിവാദിയായ ഇബ്രാഹിം അലിയും അദ്ദേഹത്തെ പോലുള്ള മറ്റ് രാജ്യസ്നേഹികളുടെ നേതൃത്വത്തിൽ ജാഥ വന്നു. എനിക്കവരെ തടയേണ്ടി വന്നു. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിരുന്നു. സഭി സ്വരാജി ശാന്ത് ഭാവ് സെ अंग्रेज़ों भारत छोड़ो और जय भारत माता का नारा लगाते आगे बढ़ रहे थे. ഈ ദേശസ്നേഹികളെല്ലാം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകൂ, ജയ് ഭാരത് മാത എന്നീ മുദ്രാവാക്യങ്ങളെ വിളിച്ചുകൊണ്ട് അവർ വളരെ ശാന്തമായിട്ട് മുന്നേറുകയായിരുന്നു. വേ ബിൽക്കുൽ ഹി അഹിംസക്കെ മാർഗസെ ജുലൂസ് നിക്കാൽ രഹേ थे. അവർ ശരിക്കും അഹിംസയുടെ മാർഗത്തിൽ, അവരൊരു പ്രക്ഷോഭമോ ഒരു ലഹളയോ ഒന്നും ഉണ്ടാക്കാതെ അഹിംസയുടെ മാർഗത്തിലൂടെ തന്നെയാണ് അവർ ജാഥ നയിച്ചിരുന്നത്. DSP സാഹബ് കെ ഹുക്കും സെ മുझे ഉസ് ജുലൂസ് കോ രോക്കനാ പട. അപ്പോൾ DSP സാറിൻ്റെ ആജ്ഞയുണ്ടായിരുന്നു എങ്ങനെയും ഈ ജാഥ തടയണമെന്ന്. ജബ് സ്വരാജ് രുക്കനെ കോ തയ്യാർ നഹീം തേ തബ് മുझे ലാഠി ചാർജ് കർണാ ഭി പട. പക്ഷേ ഈ രാജ്യസ്നേഹികൾ, ദേശസ്നേഹികൾ അവർ ജാഥ നിർത്താൻ തയ്യാറായില്ല. അതുകൊണ്ട് എനിക്ക് നിർബന്ധപൂർവം ലാത്തിച്ചാർജ് നടത്തേണ്ടി വന്നു. ആജ് മുझे मालूम हो गया कि अहिंसा व्रतधारियों पर डंडे बरसाना और बात ही हिंसक भीड़ का सामना करना और. ഇന്നെനിക്ക് മനസ്സിലായി, ഈ അഹിംസാവാദികൾ, അതായത് ആർക്കും ഒരു ദോഷവും ചെയ്യാതെ, ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ നല്ല ശാന്തമായിട്ട് ജാഥ നയിച്ചുകൊണ്ടിരുന്ന ആ അഹിംസാവാദികളുടെ മേൽ ലാത്തി എടുത്തടിക്കുന്നതും വേറൊരു കാര്യമാണ്. എന്നാൽ പ്രക്ഷോഭങ്ങളുണ്ടാകുമ്പോൾ അക്രമാസക്തരാകുന്നവരെ തടയുന്നത് വേറൊരു കാര്യമാണ്. പക്ഷേ ഇവരെ
തടയുക, അല്ലെ ഇവരുടെ മേൽ ലാത്തിച്ചാർജ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായൊരു കാര്യമായിരുന്നു. ആജ് മുझे अपने किए पर പശ്ചാത്താപ. ഇന്നെനിക്ക് എൻ്റെ ഈ പ്രവൃത്തിയിൽ എനിക്ക് വളരെയധികം പശ്ചാത്താപമുണ്ട്. पर क्या करूं, സർക്കാർ के निर्देशों का पालन करना मेरी मजबूरी है. പക്ഷേ എന്ത് ചെയ്യാനാണ്, സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് ഞങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടവരല്ലേ ഞങ്ങൾ ഉദ്യോഗസ്ഥർ. അടുത്ത 8 മാർക്ക് ക്വസ്റ്റ്യനാണ്. വാർത്താലാപ് തയ്യാർ കരെ, സംഭാഷണം തയ്യാറാക്കുക. इब्राहिम अली को घायल होने के बाद सारे स्वाधीनता सेनानी अधीर होते हैं, उनके मन में देश प्रेम जागृत होता है. इस संदर्भ में माइकू और दीनदयाल के बीच होने वाले वार्तालाप तैयार करें. ഇബ്രാഹിം അലിക്ക് മുറിവേറ്റതിന് ശേഷം സ്വാതന്ത്ര്യ സമര സേനാനികൾ അക്ഷമരായി. അവരുടെ മനസ്സിൽ രാജ്യസ്നേഹം ഉണരുന്നു. ഈ അവസരത്തിൽ മൈക്കുവും ദീനദയാലും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. दीनदयाल, माइकू कहाँ जाते हो? माइकू, भाई अब हमारा अवसर है, शंका मत करो. മൈക്കു, നീ എവിടെ പോകുന്നു? ദീനദയാൽ ചോദിക്കുന്നു. മൈക്കു, ഭായി അബ് ഹമാര അവസർ, ഇപ്പോൾ നമ്മളുടെ അവസരമാണ്, യാതൊരു സംശയവും വേണ്ട. പഹലെ तो तुम कहते थे कि कुछ स्वराज्यों के नारों से कुछ भी नहीं होगा. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ കുറച്ച് ദേശസ്നേഹികളുടെ മുദ്രാവാക്യം വിളി കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ठीक तो है, तब मेरा विश्वास था कि कुछ स्वराज्यों के नारों से ब्रिटिश सरकार पर कुछ भी प्रभाव नहीं पड़े. ശരിയാണ്, അന്നേരം എൻ്റെ വിശ്വാസം ഇതായിരുന്നു, കുറച്ച് ദേശസ്നേഹികൾ കുറേ മുദ്രാവാക്യം മുഴക്കിയെന്നും പറഞ്ഞ് ബ്രിട്ടീഷ് സർക്കാരിന് ഒന്നും പറ്റാൻ പോകുന്നില്ല. अब तुम्हारी इस मानसिक परिवर्तन का क्या कारण है? ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ മാനസികമായിട്ട് മാറ്റമുണ്ടാവാൻ എന്താണ് കാരണം? സുനാ ഹെ കി ഇബ്രാഹിം അലി ഘോടേസെ കുചലേ ഗയേ. ഇബ്രാഹിം അലിയെ കുതിരപ്പുറത്ത് നിന്ന് വലിച്ചു താഴത്തിട്ടെന്ന് കേട്ടു. മേനെ ഭി സുനാ ഹെ കി ദാരോഗ ബീർബൽ സിംഗ് കെ ബേറ്റൻ കി മാർസെ അലീസ ബുരി തരഹ് ഘായൽ ഹോ ഗയേ ഹെ. ഞാനും കേട്ടു, പോലീസ് ബീർബൽ സിംഗിൻ്റെ ബാറ്റൻ കൊണ്ട്, ലാത്തി കൊണ്ട് ഇബ്രാഹിം അലിക്ക് വളരെ ഗുരുതരമായ തരത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ലാത്തി ചാർജ് മേ കൈ സ്വരാജി ജഖ്മി ഹോ ഗയേ ഹെ. ലാത്തി ചാർജിൽ ധാരാളം ദേശസ്നേഹികൾക്ക് മുറിവേറ്റു. ജഖ്മി മുറിവേറ്റു. ഫിർ ഭി ന വേ പീച്ചെ ഹട്ടെ ഹെ ന പോലീസ് ഉന്നെ ആകെ ജാനെ ദേത്തെ. അവർ മുറിവേറ്റിട്ടും പോലീസിൻ്റെ ലാത്തി ചാർജിൻ്റെ അടി കൊണ്ടിട്ടും അവർ പുറകിലേക്ക് പിന്നോട്ട് പോയില്ല. പോലീസുകാരവരെ മുന്നോട്ടും വിടാൻ സമ്മതിച്ചില്ല. ഇസ് കാരണം ഷഹർ മേ തനാവ് ഫൈൽ രഹാ ഹെ. അതുകൊണ്ട് നമ്മുടെ പട്ടണം മുഴുവൻ തനാവിൽ മുങ്ങിയിരിക്കുകയാണ്. ജബ് സാരാ ഷഹർ സ്വരാജ്യോं के पीछे है मैं भी जुलूस में शामिल हो जाऊंगा. എപ്പോഴാണോ എല്ലാവരും ഈ ദേശസ്നേഹികളുടെ പിന്നിലേക്ക് പോയത്, അവരുടെ അണികളായത്, അതുകൊണ്ട് ഞാനും ഈ ജുലൂസിൽ, ജാഥയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. തുമാരാ ഫൈസല ഠീക്ക് ഹേ, ഹം സബ് മിൽജുൽ കർ ദേശ് കി ആസാദി കി ലഡായി മേ ഭാഗ് ലേ. നിൻ്റെ തീരുമാനം വളരെ ശരിയാണ്, നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ആസ്പദമാക്കി അവരുടെ സ്വഭാവ സവിശേഷത എഴുതുക. ചരിത്ര പർ ടിപ്പണി കരെ, അവരുടെ സ്വഭാവത്തെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതുക. നമുക്ക് ഈ പാഠത്തിൽ നിന്നും അതിലെ ഏത് കഥാപാത്രത്തിൻ്റെ വേണേലും നമുക്ക് എഴുതാനായിട്ട് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്കാദ്യം ഇബ്രാഹിം അലിയുടെ ചരിത്ര ചിത്രം പഠിക്കാം. हम दुकानें लूटने या मोटरें तोड़ने नहीं निकले हैं. आप अपने सवारों, संगीनों और बंदूकों के ज़ोर से हमें रोकना चाहते हैं, रोक लीजिए, मगर आप हमें लौटा नहीं सकते. हमारे भाई बहन ऐसे हुक्मों की तामील करने से साफ इनकार कर देंगे. जिस दिन हम इस लक्ष्य पर पहुंच जाएंगे उस दिन स्वराज सूर्य का उदय होगा. उपर्युक्त विशेषताओं के आधार पर ഇബ്രാഹിം അലി കെ ചരിത്ര പർ ടിപ്പണി കരെ. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.
इब्राहिम अली वे एक सच्चे देश प्रेमी थे। वे हमारे देश को स्वतंत्र कराने के संग्रामों में सभी लोगों को एकत्रित करके जुलूस चलाकर अंग्रेज़ों के विरुद्ध आवाज़ उठते हैं। ഇബ്രാഹിം അലി സच्चे देश प्रेमी है। വേ ഹമാരെ ദേശ് കോ സ്വതന്ത്രം, നമ്മുടെ രാജ്യം സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കൂട്ടി എല്ലാവരെയും ഒന്ന് ചേർത്ത്, അതായത് ഇന്ത്യയിലുള്ള എല്ലാവരെയും ഒന്ന് ചേർത്ത് അദ്ദേഹം ജാഥ നടത്തി ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ്. ഈ സംഗ്രാം കെ ദൗറാൻ വേ സഭി പീഡായും ചുപ്ചാപ്പ് സഹക്കർ ആകെ ബഡ്തേ ഹെ. ഈ ഒരു സമരത്തിൽ അദ്ദേഹത്തിന് വളരെയധികം പീഡകൾ, വളരെയധികം വേദനകൾ, വളരെയധികം യാതനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം മുന്നേറി. സ്വരാജ് की प्रधानता के बारे में सब लोगों को समझा बुझाकर और आपसी झगड़ा रोककर एक अच्छे नेता के रूप में वे कार्य करते हैं. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ട് ഇന്ത്യക്കാർ തന്നെ, ഭാരതീയർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കാതെ നമ്മുടെ ശത്രുവായ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു നല്ല നേതാവിൻ്റെ രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഗാന്ധിജിക്ക് അനുയായിക്ക് രൂപമേയും അഹിംസാ പർ ബൽ ദേക്കർ വേ ജുലൂസ് ചലാത്തെ ഹെ. അദ്ദേഹം ശരിക്കും ഗാന്ധിജിയുടെ സച്ച് അനുയായിയായിരുന്നു. ഗാന്ധിജിയുടെ അനുയായിയായിട്ട് അദ്ദേഹം അഹിംസാ മാർഗത്തിലൂടെയാണ് തൻ്റെ ജാഥ നയിച്ചിരുന്നത്. അവർ സംഗ്രാം ചലാത്തെ, തൻ്റെ സമരവും ഗാന്ധിജി നടത്തിയതുപോലെ തന്നെ അഹിംസാ മാർഗത്തിലൂടെയായിരുന്നു. ഗാന്ധിജിക്ക് സമാൻ വേ ഭി കർണേ യാ മർണേ പർ വിശ്വാസ് രഖ്നെ വാലേ ഹെ. ഗാന്ധിജിയെ പോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള വിശ്വാസത്തിൽ കഴിഞ്ഞയാളായിരുന്നു ഇബ്രാഹിം അലി. അംഗ്രേസോം കി ധമക്കിയോം നെ ഉൻ പർ കോയി പ്രഭാവ് ന ഡാല. അംഗ്രേസുകാരുടെ ഒരു മർദ്ദനത്തിനും അല്ലെങ്കിൽ അവരുടെ പീഡനങ്ങൾക്കൊന്നും അദ്ദേഹത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. इसलिए वे बीरबल सिंह से कहते हैं आप बैटन चलाए दारोगा जी. ഉടനെ നിങ്ങൾ ജാഥ, നമ്മൾ പാഠത്തിനകത്ത് കണ്ടതല്ല, നിങ്ങൾ ജാഥ നിർത്തിയില്ലെങ്കിൽ എനിക്ക് ലാത്ത് പ്രയോഗിക്കേണ്ടി വരുമെന്ന് നമ്മുടെ ബീർബൽ സിംഗ് പറഞ്ഞപ്പോൾ ധൈര്യത്തോടുകൂടി ഇബ്രാഹിം അലി പറഞ്ഞു, ആ ബാറ്റൻ ചലായേഗെ ദാരോഗാജി. ഇൻസ്പെക്ടർ നിങ്ങൾ ലാത്തി വീശിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചോ, കുഴപ്പമില്ല. ദേശ് മേ ശാന്തി സ്ഥാപിത കർണേമേ ഭി വേ ധ്യാൻ രഖ്തേ ഹെ. നമ്മുടെ ദേശത്തിൻ്റെ ശാന്തി, സമാധാനം, അതിനാണ് അദ്ദേഹം മുൻതൂക്കം കൊടുത്തത്. ഇസ്ലിയെ ചോട്ട് കി തക്കാവട്ട് കി പർവാഹ് ന കർ വേ സ്വരാജ്യോം കെ പാസ് ചലത്തെ ഹെ. എന്നിട്ടും അദ്ദേഹത്തിന് അന്ന് നല്ല മാരകമായിട്ട് മുറിവേറ്റിട്ട് പോലും അദ്ദേഹം ബാക്കി ദേശസ്നേഹികളുടെ അടുത്തേക്ക് വരികയാണ് ചെയ്തത്. സഭി സ്വരാജ്യോം കെ മൻമേം ദേശ് കെ പ്രതി ശ്രദ്ധ ഉത്പന്ന കരാനേമേ വേ സഫൽ ഹുയെ. എല്ലാ രാജ്യസ്നേഹികളുടെ മനസ്സിലും ദേശസ്നേഹം വളർത്താൻ, ദേശത്തോടുള്ള ആദരവ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഇബ്രാഹിം അലിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു നേതാവായിരുന്നു, നല്ലൊരു ദേശപ്രേമിയും ആയിരുന്നു. दिए गए कथनों के आधार पर दीनदयाल का ചരിത്ര ചിത്रण कीजिए. തന്നിട്ടുള്ള വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ദീനദയാലിൻ്റെ സ്വഭാവ നിരൂപണം നടത്തുക. दीनदयाल एक स्वराजी है. उसके मन में स्वतंत्रता की चाह थी, लेकिन पहले अंग्रेज़ों से डरकर उसने जुलूस में भाग नहीं लिया. ദീനദയാൽ ഒരു ദേശസ്നേഹിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലും സ്വാതന്ത്ര്യമെന്ന മോഹമുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരോടുള്ള പേടി കാരണം അദ്ദേഹം ജാഥയിൽ പങ്കെടുത്തിരുന്നില്ല. അമീർ ലോഗോं का अंग्रेज़ों का साथ देने उसे अच्छा न लगा. वह महात्मा गांधी का आदर करता है. പണക്കാർ ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുന്നത് അദ്ദേഹം ഒരിക്കലും നല്ലതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അതേപോലെ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ അനുയായിയായിരുന്നു. അദ്ദേഹത്തെ ആദരിച്ചിരുന്നയാളായിരുന്നു. अंग्रेज़ों ने महात्मा से जो अत्याचार किए उस पर वह क्रुद्ध होते हैं. देश प्रेम मन में भरकर शांत भाव से खड़ा दीनदयाल बीरबल सिंह द्वारा इब्राहिम अली पर किए गए अत्याचार पर गुस्सा करके दुकान बंद कर जुलूस में भाग लेना चाहता है. ബ്രിട്ടീഷുകാർ മഹാത്മാഗാന്ധിയുടെ നേർക്ക് അക്രമം ചെയ്തപ്പോൾ അദ്ദേഹം വളരെയധികം ക്രുദ്ധനായി. അതേപോലെ ദേശപ്രേമം മനസ്സിൽ നിറച്ചു നടക്കുന്ന ദീനദയാൽ ബീർബൽ സിംഗിന് മുഖാനം, അതായത് ഇബ്രാഹിം അലിയെ ബീർബൽ സിംഗ് ലാത്തി കൊണ്ട് അടിക്കുക, അദ്ദേഹത്തെ മാരകമായിട്ട് മുറിവേൽപ്പിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം തൻ്റെ കടയടച്ച് ആ ജാഥയിലേക്ക് വന്ന്
ആ ജാഥയിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. ഉസ്കെ മൻ മേ കിസി ഏക് ദിൻ ദേശ സ്വതന്ത്ര ഹോനേക്ക് ആശാഹെ. അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ രാജ്യം സ്വതന്ത്രമാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. जुलूस नाट्य रूपांतर के बीरबल सिंह का निम्नलिखित कथन पढ़ें और उसके चरित्र पर टिप्पणी लिखें. बीरबल सिंह: हमारा हुक्म क्या आपको सुनाई नहीं पड़ा? फिर से सोच ले, बहुत नुकसान उठाना पड़ेगा. सिपाहियों, लाठी चार्ज कर. बीरबल सिंह एक समर्थ और ईमानदार दारोगा है. एक दारोगा के रूप में उसका कर्तव्य है अपने अधिकारियों की आज्ञा का पालन करना. उसका ഇബ്രാഹിം അലി से വ്യക്തിപരക്ക് പരിചയ. ബീർബൽ സിംഗ് സമർത്ഥനായ ഒരു ഇൻസ്പെക്ടറായിരുന്നു, വിശ്വസ്തനും സമർത്ഥനുമായ ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹം ഇൻസ്പെക്ടർ രൂപത്തിൽ തൻ്റെ കർത്തവ്യം അദ്ദേഹം പാലിച്ചു. തൻ്റെ അധികാരികളുടെ ആജ്ഞ പാലിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇബ്രാഹിം അലിയെ പരിചയവുമുണ്ടായിരുന്നു. इसलिए पहले वह इब्राहिम अली से अनुरोध करता है कि वे अपने कार्यकर्ताओं के साथ पीछे मुड़ जाए. തൻ്റെ പരിചയത്തിലുള്ള ഇബ്രാഹിം അലിയോട് അദ്ദേഹം പറയുന്നു, തങ്ങളുടെ പ്രവർത്തകരുമായിട്ട് അങ്ങ് എത്രയും പെട്ടെന്ന് പിന്നോട്ട് യാഥായിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണമെന്ന് പറയുന്നു. फिर भी इब्राहिम अली जुलूस को आगे बढ़ाते हैं तो बीरबल सिंह कहता है कि उसे हुक्म है कि जुलूस यहाँ से आगे ना जा पाए. അപ്പോൾ വീണ്ടും ഇബ്രാഹിം അലി തൻ്റെ കൂട്ടരോട് കൂടി ദേശസ്നേഹികളോട് കൂടി ജാഥ മുന്നോട്ട് നയിച്ചപ്പോൾ ബീർബൽ പറയുന്നുണ്ട്, ഉസേ ഹുക്കം ഹേക്ക് ജുലൂസ് ഇഹാം സെ ആകെ ന ജായ്. എനിക്ക് ആജ്ഞയുണ്ടോ ഒരു തരത്തിലും ഈ ജുലൂസ് മുന്നോട്ട് വിടരുതെന്ന്. ഇബ്രാഹിം അലി തബ് ഭി മാനനെ കോ തയ്യാർ നഹി ഹോത്തെ തോ ദാരോഗ കാത്ത ഹേ കി വേ ഫിർ സെ സോച്ച് ലേ. അപ്പം വീണ്ടും ഇബ്രാഹിം അലി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ്, വീണ്ടും അങ്ങ് ഒന്ന് ചിന്തിക്കണം, എനിക്ക് നിർബന്ധപൂർവ്വം എനിക്കിതിന് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അവർ ആകെ പഠനേപ്പാർ ബഹുത്ത് നുക്സാൻ ഉഠാന പടേക. മുന്നോട്ട് പോയാൽ വളരെയധികം നാശങ്ങളുണ്ടാവും. യഹാം കാനൂനി ചേതാവനി ദേനെ വാല ബീർബൽ സിംഗ് സാമനെ ആത്ത ഹെ. അപ്പോൾ വീണ്ടും ജാഥയെ നയിച്ച് മുന്നോട്ട് പോകുന്ന ഇബ്രാഹിം അലിക്ക് നിയമത്തിൻ്റെ ആ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ബീർബൽ സിംഗ് മുന്നോട്ട് വരുന്നു. ആഖിർ ലാച്ചാർ ഹോക്കർ ദാരോഗ സിപ്പാഹിയോങ്കോ ലാഠി ചാർജ് കർണേക്ക ആദേശ് ദേത്ത ഹെ. ദേശസ്നേഹികൾ അവരുടെ ജാഥ നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ പാവം നമ്മുടെ ദാരോഗ അദ്ദേഹം തൻ്റെ പോലീസുകാരോട് പറയുന്നു लाठीचार्ज നടക്കാൻ. इस प्रकार दो परस्पर विरोधी तत्वों का मेल ബീർബൽ സിംഗ് के ചരിത്ര में है. അങ്ങനെ രണ്ട് പരസ്പര വിരോധികളായിട്ടുള്ള തത്വങ്ങളാണ് ബീർബൽ സിംഗിന് ഉള്ളത്. ഒന്ന്, അദ്ദേഹം നല്ല വിശ്വസ്തനും കാര്യപ്പിടിപ്പുള്ള ഒരു ഇൻസ്പെക്ടറാണ്. അതേസമയം അദ്ദേഹം രാജ്യസ്നേഹിയും കൂടിയാണ്. അദ്ദേഹം തൻ്റെ പരിചയക്കാരായ ഇബ്രാഹിം അലിക്കും കൂട്ടർക്കും മറ്റു അപകടങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് രൂപത്തിലും നമുക്ക് ബീർബൽ സിംഗിനെ കാണാൻ സാധിക്കും. एक और वह ईमानदार और सरकार का आज्ञाकारी अफसर है तो दूसरी ओर अपनी लाचारी पर अनुताप करने वाला व्यक्ति भी है. അദ്ദേഹം ഒരു തരത്തിൽ നോക്കിയാൽ വിശ്വസ്തനും ആജ്ഞാകാരിയുമായിട്ടുള്ള സർക്കാർ ഓഫീസറാണ്. അതേസമയം തന്നെ അദ്ദേഹം തൻ്റെ ഓഫീസർമാരുടെ ആജ്ഞ പാലിക്കാൻ കഴിയുകയും പറ്റുന്ന അല്ലെങ്കിൽ ആ ആജ്ഞ പാലിക്കാൻ നിർബന്ധിതനാകുന്ന ഒരു ഇൻസ്പെക്ടറാണ്. അതേപോലെ തൻ്റെ പ്രവൃത്തിയിൽ അദ്ദേഹം വളരെയധികം പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബീർബൽ സിംഗ്. ജുലൂസിലെ ഓരോ 6 ക്വസ്റ്റ്യനുകളാണ് ഇനിയുള്ളത്. നിമ്നലിഖിത കഥൻ കിസ് പാത്ര കാ ഹെ. താഴെ തന്നിരിക്കുന്നത് ഏത് കഥാപാത്രമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. ഹമാര ഹുക്കും ക്യാ ആപ്കോ സുനായി നഹി പടാ. അതാര് പറയുന്നതാ? ബീർബൽ സിംഗ്. जुलूस निकालने से स्वराज मिल जाता तो कब का मिल गया होता. അതാര് പറഞ്ഞത്? നമ്മൾ പാഠത്തിനകത്ത് പഠിച്ചതല്ലേ, ദീനദയ. हमारा बड़ा आदमी तो वही है जो लंगोटी बांधे नंगे पाँव घूमता है. അത് പറയുന്നത് നമ്മുടെ മൈക്കോ. एक दिन तो मरना ही है जो कुछ होना है हो. शंभुनाथ. मर तो हम लोग रहे जिनकी रोटियां का ठिकाना नहीं. മൈക്കോ. ഹമാര മക്സദ് ഇസ്സേ കഹീം ഊഞ്ചാ ഹെ. നമ്മുടെ ലക്ഷ്യം ഇതിലും വളരെ ഉയരത്തിൽ. ആരാ പറഞ്ഞത്? ഇബ്രാഹിം അലി. അടുത്ത ക്വസ്റ്റ്യൻ. നിമ്നലിഖിത കഥൻ ഇബ്രാഹിം അലി കെ ചരിത്ര की किन किन विशेषताओं का उजागर करता है. നമ്മുടെ ഇബ്രാഹിം അലിയുടെ ഏത് സ്വഭാവമാണ് അല്ലെങ്കിൽ എന്ത് സ്വഭാവ സവിശേഷതകളെയാണ് പ്രകാശിപ്പിക്കുന്നതെന്ന്
എഴുതണം. ഹം ദുക്കാനെ ലൂട്നെ യാ മോട്ടറേൻ തോടനെ നഹി നിക്കലേ ഹെ. നമ്മൾ വല്ലതും കക്കാനോ അല്ലെങ്കിൽ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നശിപ്പിക്കാനോ ഒന്നും അല്ല പോകുന്നത്. വേ സച്ചെ സ്വരാജി ഹെ. അദ്ദേഹം ശരിക്കും ഒരു ദേശസ്നേഹിയാണ്. അതാണ് അങ്ങനെ പറഞ്ഞത്. आप अपने सवारों संगीनों और बंदूकों की ज़ोर से हमें रोकना चाहते हैं, रोक लीजिए, मगर आप हमें लौटा नहीं सकते. देश को गुलामी से मुक्त कराने के लिए वे सभी पीड़ाएं सहने को तैयार है. ഇബ്രാഹിം അലിയുടെ ഈ വാക്കുകളിൽ നിന്ന് അദ്ദേഹം നമ്മുടെ ദേശത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്ത് പീഡയും സഹിക്കാൻ തയ്യാറാണെന്നാണ് കാണിക്കുന്നത്. हमारे भाई बंद ऐसे हुक्मों की तामील करने से साफ इनकार कर दिए. देश की आज़ादी के लिए स्वराज्य अंग्रेज़ों के विरुद्ध आगे बढ़ने की आशा है. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് മുന്നേറാനാണ് അതിനുള്ള ആ ഒരു ആഗ്രഹമാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. ജിസ് ദിൻ ഹം इस लक्ष्य पर पहुंच जाएंगे उसी दिन स्वराज्य सूर्य का उदय होगा. ज़रूर एक दिन आज़ादी मिलने की प्रतीक्षा है उनके मन में. ഇബ്രാഹിം അലിയുടെ മനസ്സിൽ എപ്പോഴും ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ രാജ്യം സ്വതന്ത്രമാകും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്.